മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറും തമ്മിലുള്ള വ്യത്യാസമെന്ന്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള നിങ്ങളുടെ നിക്ഷേപ തീരുമാനത്തെ സഹായിക്കുകയാണ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറും ചെയ്യുന്നത്. എന്നിരുന്നാലും പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഉൽപ്പന്നങ്ങളിലായിരിക്കും. എന്നാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ പക്കൽ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിശാലമായ ഒരു ശ്രേണി തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിക്ഷേപകർക്ക് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം വിറ്റഴിച്ചുകൊണ്ട് കമ്മീഷൻ നേടുന്നത് മാത്രമാണോ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ ജോലി എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. ശരിയാണ്, അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ പക്ഷേ റെഗുലേഷനുകൾ വളരെ കർക്കശമാണ്. നിക്ഷേപകന് അനുയോജ്യമല്ലാത്ത ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ വിറ്റാൽ അത് മിസ് സെല്ലിംഗ് ആയിട്ട് കണക്കാക്കപ്പെടുകയും ഇതൊരു കുറ്റകരമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നിക്ഷേപകന്റെ സാഹചര്യം അല്ലെങ്കിൽ റിസ്ക് പ്രൊഫൈൽ അറിയുകയും അങ്ങനെ ആ നിക്ഷേപകന്റെ ആവശ്യത്തിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ ശുപാർശ ചെയ്യുകയും വേണം. അതേസമയം ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ചെയ്യുന്നത് നിക്ഷേപകന്റെ ആസ്തികൾ, ബാധ്യതകൾ, വരുമാനം എത്രയാണ്, ചെലവ് എന്നിവ അടക്കമുള്ള വിശാലമായ ഒരു ചിത്രം വിലയിരുത്തുകയും ഉൽപ്പന്നങ്ങൾ ശുപാർശ ചെയ്യുകയും ചെയ്യും. ഇവർ രണ്ടുപേരും രജിസ്റ്റർ ചെയ്ത വ്യക്തികളോ സ്ഥാപനങ്ങളോ ആയിരിക്കും. അതിനാൽ റെഗുലേഷനുകൾ പാലിക്കാൻ ബാധ്യസ്ഥരുമാണ്. അതായത് സെബിയിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർമാർ. എന്നാൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ മ്യൂച്വൽ ഫണ്ട് വ്യവസായത്തിന്റെ അസോസിയേഷനായ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യയിൽ, അതായത് AMFIയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതാണ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്.